Hello my dears, shall we read unit number 4? Delightful bites. Tasty ആയിട്ടുള്ള ബൈറ്റ്സ് അല്ലേ, നമ്മൾ ഫുഡിനെയാണ് ഇവിടെ ബൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So here a quote is given, food is our common ground, a universal experience. അപ്പോൾ ഈ ലോകത്ത് മുഴുവൻ നമുക്ക് കിട്ടുന്ന ഒരു ഫുഡാണ്, നമ്മളെല്ലാം ചേർക്കുന്ന ഒരു കഴിഞ്ഞ സംസ്കാരവും ദേശവും ഭാഷയൊക്കെ വിട്ടിട്ട് നമ്മളെല്ലാം ഒരു കോമണായി നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. ഓക്കെ, ജെയിംസ് ബേർഡിൻ്റെ ഒരു കോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡോർവേ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു girl is eating food and a boy came to her house. So let's read the question. What is the girl doing? The girl is eating food. What will you do if someone comes to your house while you are having your food? നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? We will definitely call them for having the food, is it? നമ്മൾ ഫുഡ് കഴിക്കാൻ അവരെ ക്ഷണിക്കും. Here is an interesting story about a special soup. Let us read and enjoy. ഇവിടെ ഒരു സ്പെഷ്യൽ സൂപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് ആസ്വദിക്കാം. ദ സ്റ്റോൺ സൂപ്പ്, കല്ലുകൊണ്ടുള്ള സൂപ്പ്. ദ ജേർണി, യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. എങ്ങനെയാണ് ഒരു സണ്ണി ഡേയിൽ ഒരു ട്രാവലർ വില്ലേജിലേക്ക് നടന്നു വരികയായിരുന്നു, വില്ലേജിലെത്തി. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. നല്ല ക്ഷീണിതനും വിശന്നിട്ടുമായിരുന്നു വന്നത്. ദ സ്ട്രീറ്റ്സ് വർ എംപ്റ്റി. അവിടെ തെരുവുകളെല്ലാം കാലിയായിരുന്നു. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. ഓരോ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിട്ടായിരുന്നു ഉണ്ടായത്. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ആ വില്ലേജ് കാണുമ്പോൾ ഒരു എന്താ പറയുക, സൗഹൃദമില്ലാത്ത, അതായത് അങ്ങനെ ആൾക്കാരോട് ഇടപഴകുന്ന ആൾക്കാരില്ലാത്തൊരു സ്ഥലമായിട്ട് അവിടെ തോന്നുന്നുണ്ട്. നൗ ലെറ്റ് us read the remaining. The hope, പ്രതീക്ഷ. At last he came to a small cottage. അങ്ങനെ അയാളൊരു ചെറിയ കോട്ടേജിൻ്റെ അടുത്തെത്തി. കോട്ടേജ് ചെറിയൊരു ഹൗസിനെയാണ് പറയുന്നത്. He knocked at the door. അയാൾ വാതിലിൽ തട്ടി. And all the women peeked out and opened the door. ഒരു വയസ്സായ സ്ത്രീ പുറത്തേക്ക് എത്തി നോക്കിയിട്ട് വാതിൽ തുറന്നു. Who are you? നിങ്ങൾ ആരാണ്? She asked. അവർ ചോദിച്ചു. I'm a traveler and I'm very hungry, he said. ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു. Could you please give me something to eat? എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ? അയാൾ ചോദിച്ചു. Oh, we are all very poor, the woman said. അപ്പോൾ വുമൺ അവരെന്താ പറഞ്ഞ്? നമ്മളെല്ലാം പാവപ്പെട്ടവരാണ്, നമ്മളുടെ അടുത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ അല്ലേ. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽവ്സ്. നമുക്ക് കഴിക്കാൻ തന്നെ ഇവിടെ ഫുഡില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക? ആൻഡ് ഷീ ക്ലോസ്ഡ് ദ ഡോർ. എന്നിട്ട് അവർ ആ ഡോറ് ക്ലോസ് ചെയ്തു. വൈ ഡിഡ് ദ ഓൾഡ് വുമൻ റെഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തായിരിക്കും അവർ ഫുഡ് നൽകില്ല എന്ന് പറയാൻ കാരണം? മേ ബി ഷീ ഡോണ്ട് ഹാവ് സം സ്പെഷ്യൽ ഫുഡ്. ചിലപ്പോൾ നല്ല ഫുഡൊന്നും അവിടെ വീട്ടിലില്ലാത്തതുകൊണ്ടായിരിക്കാം. ഡു യു എഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ്? അവർ ചെയ്തത് നല്ലതാണോ? ഡു യു എഗ്രി? നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ? ഐ ഡോണ്ട് എഗ്രി. ഞാൻ യോജിക്കുന്നില്ല. സോ യു ക്യാൻ റൈറ്റ് യുവർ ആൻസർ. ദ സൂപ്പ് സ്റ്റോൺ, സ്റ്റോൺ കൊണ്ടുള്ള സൂപ്പ്. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും വാതിൽ മുട്ടി. പക്ഷെ ഇപ്രാവശ്യം ഹി പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ. അയാളുടെ ബാഗിൽ നിന്നും ഒരു റൗണ്ട് സ്റ്റോണ് എടുത്തിരുന്നു. ദ ഓൾഡ് വുമൻ ഓപ്പൺ ദ ഡോർ. ഓൾഡ് വുമൻ വീണ്ടും വാതിൽ തുറന്നു. വാട്ട് എന്നിട്ടെന്ന് ചോദിച്ചു. വാട്ട് നൗ? നീ എന്താ? ഷി ആസ്ഡ് ഫീലിംഗ് ഇറിറ്റേറ്റഡ്. ദേഷ്യം പിടിച്ചുകൊണ്ട് ചോദിച്ചത്. ഇറിറ്റേറ്റഡ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് റോക്കിയുടെ പാഠത്തിൽ അല്ലേ. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്. ഞാൻ സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്, സ്റ്റോൺ കൊണ്ടൊരു സൂപ്പ്. ദ ട്രാവലർ അനൗൺസ്ഡ്. അയാൾ പറഞ്ഞു. ഇറ്റ്സ് ഡെലീഷ്യസ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. സ്റ്റോൺ സൂപ്പ്? കല്ലുകൊണ്ടുള്ള സൂപ്പോ? ദ വുമൻ ഗിഗിൾഡ്. അവർക്ക് ചിരി വന്നു. ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? ഒരു കല്ലിൽ നിന്ന് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുക? ഓ യെസ് ഐ ക്യാൻ. എനിക്ക് പറ്റും. ദ ട്രാവലർ സെഡ്. ഹീ ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. അയാൾ നല്ല ആത്മവിശ്വാസത്തോടെ അയാളെ കാണപ്പെട്ടു. ദ വുമൻ ലെറ്റ് ഹിം ഇൻ. അങ്ങനെ ആ വുമൻ
സ്ത്രീ ഇയാളെ അകത്തേക്ക് കയറ്റി. വൈ ഡിഡ് ഓൾഡ് വുമൻ ഗിഗിൾ? എന്തുകൊണ്ടായിരിക്കാം ഓൾഡ് വുമൻ ചിരിച്ചിട്ടുണ്ടാവുക? ബിക്കോസ് ഷീ ഹാഡ് നെവർ ഹേർഡ് സച്ച് തിങ്, അല്ലേ? അങ്ങനെ ഒരു കാര്യം അവർ കേട്ടിട്ടില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. അങ്ങനെ കല്ലുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം അവർ ചിരിച്ചത്. വൈ ഡിഡ് ദ ഓൾഡ് വുമൻ ലെറ്റ് ദ ട്രാവലർ ഇൻ? ഇഫ് എ മാജിക് ഹാപ്പൻസ്, അല്ലേ? ബിരിയാണി കിട്ടിയാലോ, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കാം അവർ കയറ്റിയിട്ടുണ്ടാവുക. ദ ഡെലീഷ്യസ്, യമ്മി, ടേസ്റ്റി, ഇതൊക്കെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, ഈ പോട്ടിൽ വെള്ളം നിറക്കൂ. പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ, അത് തീയുടെ മുകളിൽ വെക്കൂ. സെഡ് ദ യങ് ട്രാവലർ പറഞ്ഞു. ദ ഓൾഡ് വുമൻ ഡിഡ് സോ, ഓൾഡ് വുമൻ ആ പറഞ്ഞതുപോലെ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ, അങ്ങനെ വെള്ളം തിളക്കാൻ വേണ്ടി തുടങ്ങി. ദ ട്രാവലർ വാഷ്ഡ് എ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ പോട്ട്. ട്രാവലർ എന്ത് ചെയ്തു? ഒരു വലിയ സ്റ്റോൺ എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ തീയുടെ മുകളിൽ വച്ചു. എന്നിട്ടോ ഹീ സ്റ്റിഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്, അയാൾ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ആസ് ഹീ സ്റ്റിഡ് ഹീ ഹംഡ് എ ലിറ്റിൽ ട്യൂൺ, അയാൾ ഇളക്കുന്നതിനിടയിൽ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ദെൻ ഹീ ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. അതിന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഏകദേശം തയ്യാറായി. ബട്ട് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. ഒരു നുള്ളുപ്പും കുറച്ച് ബട്ടറും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയേനെ. ദ ഓൾഡ് വുമൻ ഹാഡ് സം സാൾട്ട് ആൻഡ് ബട്ടർ, ഓൾഡ് വുമൻ്റെ അടുത്ത് കുറച്ച് സാൾട്ടും ബട്ടറും ഉണ്ടായിരുന്നു. സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്, അതുകൊണ്ട് അവരത് പോട്ടിൽ ആഡ് ചെയ്തു. ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സാൾട്ട് ആൻഡ് സ്റ്റോൺ? Can he? No, he can't make, is it? Okay, so let's read the remaining. The ingredients, ചേരുവകൾ. Is the soup ready? Soup ready ആയോ? Asked the old woman. Old woman ചോദിച്ചു. Oh no, not yet. ഇല്ല ആയിട്ടില്ല. Said the young traveler. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിങ്. അത് നമുക്ക് നല്ല ഡെലീഷ്യസും ഫുൾഫില്ലിങ്ങുമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ വയറ് നിറക്കുന്ന സാധനമാണ്. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾ ആലോചിക്കുന്നതിൻ്റെയും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും അതിൻ്റെ രുചി. ബട്ട് ആൻ ഓണിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. പക്ഷെ ഒരു ഉള്ളിയോ രണ്ടുള്ളിയോ കിട്ടിയാൽ കുറച്ചുകൂടെ അതിന് രുചി കൂടും. The old woman sliced some onions and added them into the pot with soap stone. അങ്ങനെ എന്ത് ചെയ്തു? ഓൾഡ് വുമൺ കുറച്ച് അനിയൻസും അത് എടുത്തിട്ട് എന്ത് ചെയ്തു? അത് സ്ലൈസ് ചെയ്തിട്ട് മുറിച്ചിട്ട് ഈ സ്റ്റോൺ സൂപ്പിനകത്ത് ആഡ് ചെയ്തു. ദ അരോമ, ദ സ്മെൽ, അരോമ മീൻസ് സ്മെൽ, സ്പ്രെഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ഡ്രോയിങ് ദ അറ്റൻഷൻ ഓഫ് എ നെയ്ബർ. അങ്ങനെ ഇതിൻ്റെ മണം പുറത്തേക്ക് പോയപ്പോൾ ഒരു പുറത്തു നിന്നുള്ള ഒരാളുടെ, അതായത് അയൽവാസിയുടെ ശ്രദ്ധ അതിലേക്ക് വന്നു. ആ ഒരു മണം അവർക്ക് കിട്ടി. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. ട്രാവലർ പറഞ്ഞു, ഞാൻ സ്റ്റോൺ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോൺ സൂപ്പ്? ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് തിങ്. കല്ലുകൊണ്ടുള്ള സൂപ്പോ? ഞാനിതുവരെ അങ്ങനത്തെ ഒന്നും കുറിച്ച് കേട്ടതേ ഇല്ലല്ലോ. സെഡ് ദ വില്ലേജർ പറഞ്ഞു. യെസ്, ഇറ്റ് ഈസ് സ്പെഷ്യൽ സൂപ്പ്. അതെ, ഇതൊരു സ്പെഷ്യൽ സൂപ്പാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും തരാനുണ്ടോ? ദ ട്രാവലർ ആസ്ക്ഡ്. ട്രാവലർ ചോദിച്ചു. യെസ്, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്. എൻ്റെ കയ്യിൽ കുറച്ച് ടേണിപ്സും ബീൻസും ഉണ്ട്. ദ നെയ്ബർ റിപ്ലൈഡ്. ഒക്കെ ഉണ്ട്. ദ നെയ്ബർ റിപ്ലൈഡ്. നെയ്ബർ പറഞ്ഞു. ഹി റാൻ ഹോം, ബ്രോട്ട് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അയാൾ ഓടിപ്പോയിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട് പോട്ടിൽ ആഡ് ചെയ്തു. Why did the neighbor come to woman's house? Why? Because of getting the aroma. അല്ലേ, സ്മെല്ല്, ഫുഡിൻ്റെ സ്മെല്ല് കിട്ടിയതുകൊണ്ടാണ് വന്നത് സൂപ്പിൻ്റെ. What other ingredients can be added to make the soup better? Can be some chicken, some potatoes, അല്ലേ? അതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പ് കുറച്ചുകൂടെ ടേസ്റ്റി ആവാൻ സാധ്യതയുണ്ട്. ദ ക്യൂരിയോസിറ്റി, ആകാംക്ഷ. നമ്മൾ ക്യൂരിയസ് എന്നുള്ള വാക്ക് ഒരുപാട് തവണ പഠിച്ചതാണ്, അല്ലേ? The villagers started talking about the strange dish, stone soup. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അവരിതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വൺ ബൈ വൺ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. ഓരോരുത്തരും ഇതിൻ്റെ മണം കൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഈസ് ദ സൂപ്പ് റെഡി? സൂപ്പ് റെഡിയായോ? ആസ്ക്ഡ് ദ വില്ലേജേഴ്സ് ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ്. ഇല്ല ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ. സൂപ്പ് ഈസ് ഗുഡ് ബട്ട്
എ carrot or two would make it tastier. നല്ല സൂപ്പാണ്, പക്ഷെ ഒരു ക്യാരറ്റോ 2 ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയേനെ. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെഡ് എ യങ് ലേഡി. അപ്പോൾ ഒരു യങ് ലേഡി പറഞ്ഞു, ഞാൻ പോയിട്ട് ക്യാരറ്റ് കൊണ്ടുവരാം. ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൻസ് ഹൗസ്. അങ്ങനെ അവർ ഓടിപ്പോയി ക്യാരറ്റുമായിട്ട് വന്നു. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. അങ്ങനെ അവരത് ചോപ്പ് ചെയ്തിട്ട് സൂപ്പിൽ ആഡ് ചെയ്തു. ദ ട്രാവലർ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, അത് വട്ടത്തിൽ ഇളക്കിക്കൊണ്ടേയിരുന്നു. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അങ്ങനെ സ്റ്റിർ ചെയ്യുമ്പോൾ അയാളൊരു പാട്ട് പാടി. വാട്ട് ഹാപ്പൻഡ് വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്. എന്താണ് സൂപ്പിൻ്റെ അരോമ സ്പ്രെഡ് ചെയ്തപ്പോൾ സംഭവിച്ചത്? ഓൾ ദ നെയ്ബേഴ്സ് സ്റ്റാർട്ടഡ് ടു ഫോളോ ദാറ്റ് സ്മെൽ ആൻഡ് ദേ റീച്ച്ഡ് ദ ഓൾ ദ വുമൻസ് ഹൗസ്. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു. ഗാർഡനിലെത്തിയപ്പോൾ എന്താണ് ലേഡി ചെയ്തത്? യെസ്, ഷീ പുൾഡ് ഔട്ട് 2 ക്യാരറ്റ്സ്. ഇല്ലേ, കുറച്ച് ക്യാരറ്റ്സൊക്കെ എടുത്തിട്ട് വന്നു. ദ ഹാപ്പിനെസ്, സന്തോഷം. ഈസ് ദ സൂപ്പ് റെഡി ആസ്ക്ഡ് അനദർ വില്ലേജർ. സൂപ്പ് റെഡിയായോ വേറൊരാൾ ചോദിച്ചു. ഓ നോ നോട്ട് യെറ്റ്. ആയിട്ടില്ല, എപ്പോഴും ആയിട്ടില്ല. സെഡ് ദ യങ് ട്രാവലർ. ദിസ് സൂപ്പ് ഈസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. ഇത് നല്ല ടേസ്റ്റുള്ള സൂപ്പാണ്, പക്ഷേ ഒരു കഷ്ണം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതിന് ടേസ്റ്റ് കൂടിയേനെ. ഹിയറിങ് ദിസ് an old farmer went to his house and brought a chicken. ഇത് കേട്ട ഉടനെ ഒരു കർഷകൻ ഓടിപ്പോയി ഒരു ചിക്കൻ കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put it into the pot along with carrots, the onions and the soup stone. അങ്ങനെ ഓൾഡ് വുമനും ട്രാവലറും കൂടി ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനൂടെ ആഡ് ചെയ്തു. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. അങ്ങനെ അയാൾ കുറച്ച് സ്പൈസസ് ഒക്കെ അതിനകത്ത് നമ്മൾ എന്താ പറയുക, മുളകിൻ്റെ പൊടി, അങ്ങനെ പൊടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സ്പൈസസ് ഒക്കെ ഇട്ടു. എന്നിട്ടോ ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അങ്ങനെ വീണ്ടും റൗണ്ട് ആൻഡ് റൗണ്ടായി ഇളക്കാൻ തുടങ്ങി. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അപ്പോൾ സ്റ്റിർ ചെയ്യുന്നതിനിടയ്ക്ക് വീണ്ടും അയാൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ. ചിക്കൻ എന്ത് ചെയ്തേ? യെസ്, ദേ കട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. ആൻഡ് ഫൈനലി ദ ടേസ്റ്റി സൂപ്പ്. അങ്ങനെ ടേസ്റ്റി സൂപ്പ് റെഡിയായി. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ്, ഈസ് ദിസ് സൂപ്പ് റെഡി. സൂപ്പ് റെഡിയായോ? അവർ ചോദിച്ചു. It smells good and tastes good, said the young traveler, licking his lips. റെഡിയായി, ഇത് നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ടാവും. അയാളുടെ ചുണ്ടുകൾ ലിക്ക് ചെയ്തുകൊണ്ട് നക്കിക്കൊണ്ടും പറഞ്ഞു. Now the soup is ready to serve. ഇതിപ്പോൾ വിളമ്പാൻ റെഡി ആയിട്ടുണ്ട്. He announced. അയാൾ വിളിച്ചു പറഞ്ഞു. The old woman hurried to get few bowls. Old woman വേഗം പോയി കുറച്ച് ബൗൾസൊക്കെ കൊണ്ടുവന്നു. The young traveler took the stone out of the pot. അയാൾ എന്ത് ചെയ്തു? ആ സ്റ്റോണ് പുറത്തെടുത്തു. Cleaned it and put it in his pocket. അത് കഴുകിയിട്ട് അയാളുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. Then the traveler poured the soup into the bowls on the table. പിന്നെ എന്ത് ചെയ്തു? അയാൾ ഈ സൂപ്പ് ഇപ്പം ബൗൾസിലൊക്കെ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തു. The villagers tasted the soup and exclaimed. വില്ലേജേഴ്സ് ആ സൂപ്പൊക്കെ കുടിച്ചിട്ട് അത്ഭുതത്തോടെ എക്സ്ക്ലെയിം ചെയ്ത്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. അവരെ സൂപ്പ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞേ? ഇതെന്തൊരു രുചിയുള്ള സൂപ്പാണ്. Now pick out the sentences which shows that the soup is very tasty. സൂപ്പ് ടേസ്റ്റി ആണെന്ന് കാണിക്കുന്ന സെൻറ്റൻസ് ഏതാ? യെസ്, the soup is smells good and tastes good. It is really delicious. അല്ലേ? ഇതൊക്കെ നമുക്ക് സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. Now last, the realization. തിരിച്ചറിവ്. റിയലൈസ് ചെയ്തു. അവരെന്ത് തിരിച്ചറിഞ്ഞു നോക്കാം. We would also like to make this soup. നമുക്കും ഈ സൂപ്പ് ഉണ്ടാക്കണം. Where can we get such magic stone? asked a villager. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മാജിക് സ്റ്റോൺ നമുക്ക് കിട്ടുക? The traveler smiled and took the stone out of his pocket and said. ട്രാവലർ ആ സ്റ്റോൺ പുറത്തെടുത്തിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് an ordinary stone. ഇതൊരു സാധാരണ സ്റ്റോണാണ്. The soup tasted good because of all the yummy vegetables and chicken you shared. ഇത് ഇത്ര ടേസ്റ്റായിന് എന്തുകൊണ്ടാ? നിങ്ങൾ തന്നിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തത് കൊണ്ടാണ്. The villagers were surprised
ഇത് കേട്ടപ്പോൾ ഗ്രാമീണരൊക്കെ അത്ഭുതപ്പെട്ടു. ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. ഈ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വില്ലേജേഴ്സും ഒരുമിച്ച് കൂടി. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ദേ ഷെയർഡ് ദ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി അവർ ആഫ്റ്റർ. അങ്ങനെ ആ ദിവസം തൊട്ട് അവർ ആ ഭക്ഷണം ഷെയർ ചെയ്യാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും തുടങ്ങി. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? ട്രാവലർ വില്ലേജേഴ്സിൻ്റെ മുകളിലൊരു സൂത്രം പ്രയോഗിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. വൈ ഡു യു തിങ്ക് സോ? ബിക്കോസ് എ സ്റ്റോൺ കാൺട്ട് ബി മെയ്ഡ് ആസ് എ സൂപ്പ്. അല്ലെ, ഒരു കല്ലിനെ നമുക്ക് സൂപ്പാക്കാനൊന്നും പറ്റൂല. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? യെസ്, ടുഗെദർ വി ക്യാൻ മേക്ക് തിങ്സ് ഹാപ്പൻ മാജിക്കലി. അല്ലേ, ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും വളരെ ഈസി ആൻഡ് മാജിക്കലി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, now let us discuss about the activities in the next video. Link in the description box.